ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, സുഖമാണോ? എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി ഒരു മെസ്സേജ് ഇട്ട് ഓർക്കാണ്. ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് വിളിച്ചാൽ പോരാ, ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഇന്ന് പ്രത്യേക ഒരു നന്മറിഞ്ഞ് ചൊല്ലി ഒരു ബ്ലെസ്സിങ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ഈ ദേശത്ത് നിന്ന് ബഹിഷ്കരിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു വചനമാണ്. സ്വദേശത്ത് നിന്ന് ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി. സ്വദേശത്ത് നിന്ന് ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി എന്നുള്ള എന്റെ പറയുമ്പോൾ ഇത് വളരെ യാഥാർത്ഥ്യമാണ് കേട്ടോ. അതായത് നമ്മൾ ഒരുപാട് ജഡത്തിന്റെ അടക്കമുള്ള പലതരത്തിലെ പാപത്തിൽ മുഴുകി കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ ആ ദേശത്ത് നമ്മൾ പിഴുതെറിയപ്പെടും. ലേവരുടെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ വചനം വെളിപ്പെടുന്നുണ്ട്. ആ ദേശം തന്നെ തിരസ്കരിച്ച് കളയുന്നതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ജെറമ്യാ പ്രവചനത്തിന് 3-ലുണ്ട്, ഏശയ്യ 24-ലൊക്കെ ഒരുപാട് വചനങ്ങൾ കിടക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ വളരെ രഹസ്യമായ പാപത്തിലേക്കും, ചില 1-ാം പ്രമാണ ലംഘനങ്ങളാവാം, 6-ാം പ്രമാണം, മറ്റേ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള, പക്ഷെ പുറമെ ഒരു മനുഷ്യനോട്ട് അറിയത്തുമില്ല. പക്ഷെ സംഭവിക്കാൻ വേണ്ടി പോണത് നമ്മൾ അറിയാത്ത ചില കാരണങ്ങൾ വന്നിട്ട് ഈ കേസ് നമ്മൾ നിരവധിയായിരിക്കും, ഒരു തെരിഞ്ഞ, പക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാൻ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മൾ അവനത് ദേശം നമ്മൾ പുറന്തള്ളിക്കളയും. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇത് മറ്റേ പാപത്തിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നുമില്ല. ശ്രദ്ധിക്കണം, ഞാൻ ശിക്ഷയെക്കുറിച്ചോ ദൈവം ശിക്ഷിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. ദൈവം അനന്ത കാരുണ്യവാനാണ്, ദൈവം നന്മയാണ്. അതിലൂടെ എല്ലാം ദൈവം പിന്നെ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് പിന്നെ തിരിച്ചറിവ് വന്ന് ആ പാപത്തെക്കുറിച്ച് ഓർമ്മിച്ച് അനുദപിക്കാൻ വേണ്ടിയിട്ട് ദൈവം നൽകുന്ന അവസരങ്ങളാണ് ഇതെല്ലാം. അല്ലാതെ ദൈവം നൽകുന്നത് ശിക്ഷയായിട്ട് ധരിക്കരുത്. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു വചനമാണ്. ഇതൊന്നല്ല, ഒരുപാട് വചനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ പാപത്തിൽ മുഴുകുമ്പോൾ ഒരു പക്ഷെ നമ്മളൊരു സ്ഥലത്ത്, ഒരു ദേശത്ത്, ഒരു രാജ്യത്ത്, ഒരു സ്ഥലത്തൊക്കെ ഒരുപാട് തരത്തിലുള്ള പാപത്തിൽ ചിലപ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് അവിടെ നിന്ന് പോരേണ്ട സാഹചര്യങ്ങൾ വിചാരിച്ച എല്ലാ ജോലി നഷ്ടപ്പെടുന്ന ഇതാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത്. അങ്ങനെയൊന്നുമല്ല. ഈ വചനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? വചനങ്ങൾ നമ്മൾ കെയർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട്, സന്തോഷം കേട്ടോ. കുഞ്ഞുങ്ങളെ പ്രത്യേകം ബ്ലെസ് ചെയ്യാം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവ്, അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട്, കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. ദൈവമേ, ഈ സായാഹ്നത്തിൽ കർത്താവെ ഇവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന അങ്ങനെ കൃപയോർത്ത് നന്ദി പറയുന്നു. കർത്താവ്, ദൈവം അവിടുത്തെ പരിശുദ്ധനാണ്, അവിടുത്തെ മഹോന്നതനാണ്. യേശു കർത്താവാണ്. ഏറ്റുപറഞ്ഞ് ആരാധിക്കുകയാണ്. കർത്താവ്, ദൈവം ഇപ്പോൾ ഈ കുടുംബങ്ങളെ, വ്യക്തികളെല്ലാം പ്രതി ആശീർവദിക്കും. ഈ ഒരു പാപത്തിന്റെ മേഖല വലിയൊരു അനുതാപത്തിന്റെ കൃപ ഈ ആശീർവാദ സമയത്ത് നിറയട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവ്, ദൈവം പ്രത്യേകം ബ്ലെസ് ചെയ്ത് കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശീർവദിക്കുകയാണ്. ചെറിയ കൈക്കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശീർവദിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഈശോയുടെ സ്നേഹം അവരെ വന്ന് പൊതിയട്ടെ. കാവൽ മാലാഖമാരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകട്ടെ. ചെറിയ കുഞ്ഞുങ്ങൾക്ക് രോഗപീഠകളെല്ലാം യേശുവിന്റെ നാമത്തെ ബന്ധിക്കുന്ന ബേസിന് വിട്ടുകൊണ്ട് വലിയ സൗഖ്യവും കൃപയും നിറയട്ടെ. വിശുദ്ധ കുരിശാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എന്നേക്കും. ആമേൻ.